ദ കോൺജറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. കോൺജറിംഗ് യൂണിവേഴ്സിലെ അവസാനത്തെ സിനിമ എന്ന രീതിയിൽ, അതായത് ഫസ്റ്റ് ഫേസിന്റെ അവസാനം എന്നൊക്കെ ഇപ്പൊ പറയുന്നത് എനിക്കറിയത്തില്ല, അങ്ങനെ വന്ന ഒരു പടമാണിത്. മൈക്കൽ ഷൗസ് സംവിധാനം ചെയ്ത ഈ അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയ വോറൻ ദമ്പതികൾ 1986 പെൻസിൽവാനിയയിലെ ഒരു പ്രേതബാധയുള്ള വീട്ടിൽ താമസിക്കുന്ന ഫാമിലിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്തവണ ഈ സിനിമ പറയുന്നത്. ഇത് സ്പോയിലർ ഒന്നുമല്ല, ഓൾറെഡി ട്രെയിലർ ഒക്കെ കണ്ടാൽ മനസ്സിലാകും. സ്പോയിലർ ആക്കാൻ മാത്രമേ പടത്തിൽ അത്ര സസ്പെൻസ് ഒന്നും ഇല്ല. വളരെ ടെംപ്ലേറ്റ് ആയിട്ടുള്ള, ബേസിക് ആയിട്ടുള്ള, ആവർത്തന വിരസമായിട്ടുള്ള സ്ക്രിപ്റ്റുമായിട്ട് വന്ന ഒരു ക്ലീഷേ പ്രേതകഥയാണ് ദ കോൺജറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. എനിക്ക് പേടിയും വന്നില്ല, ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ആകെ പോസിറ്റീവ് പറയാനുള്ളത് ഇതിന്റെ ക്ലൈമാക്സിലെ കുറച്ച് സംഭവങ്ങൾ, പല ദുരന്തങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഒരുമിച്ച് ഒരേ സമയം വരുന്ന ആ സീൻ കൊള്ളാമായിരുന്നു. പിന്നെ ടെക്നിക്കലി പടം ഡീസന്റ് ആണ്. ക്യാമറ, എഡിറ്റിംഗ്, വിഷ്വൽ എഫക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ ഇതൊക്കെ കൊള്ളാം. പ്രത്യേകിച്ച് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല പണിയെടുത്തിട്ടുണ്ട്. ഫോറിൻ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ലവ്, ഇമോഷൻ ഒക്കെ പറഞ്ഞ ഒരു ക്യാരക്ടർ ഡ്രിവൺ സ്റ്റൈലിൽ ഒരു സ്ലോ ബേൺ ഹൊറർ എന്ന രീതിയിലാണ് പടം ഒരുക്കാൻ ശ്രമിച്ചത്. സ്ഥിരം ജംപ് സ്കെയർ സീനുകൾ ഇട്ട് പേടിപ്പിക്കുന്ന രീതി ഒഴിവാക്കാനുള്ള ഒരു ചെറിയ ശ്രമം കൂടി നടത്തിയിട്ടുണ്ട്. എന്നാൽ ക്ലീഷേ ടൈപ്പ് ജംപ് സ്കെയർ സീനുകൾ പടത്തിലുണ്ട് താനും. അഭിനയിച്ച ആൾക്കാരുടെ പെർഫോമൻസുകളൊക്കെ ഓക്കെയാണ്. പതിവ് പോലെ വോറൻ ദമ്പതികളായിട്ട് വന്ന വേറ ഫെർമിഗ, പാട്രിക് വിൽസൺ എന്നിവർ അവരുടെ റോള് സ്ഥിരം സ്റ്റൈലിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുത്തു പറയത്തക്കതായിട്ടൊന്നുമില്ല. ഇവരുടെ മകൾ ജൂഡിയായിട്ട് വന്ന മിയ ടോംലിൻസൺ, ബോയ് ഫ്രണ്ട് ആയിട്ട് വന്ന ബെൻ ഹാർഡിയും കൊള്ളാം. ബാക്കി അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നീറ്റാണ്. എലി ബോൺ ആണ് ഇതിന്റെ ക്യാമറ. ഗ്രിഗറി പ്ലോട്ട്ഗിൻ, എലിയോട്ട് ഗ്രീൻബർഗ് എന്നിവർ ചേർന്നാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. ബെഞ്ചമിൻ വോൾഫിച്ച് ആണ് ഇതിന്റെ മ്യൂസിക്. ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കൽ സൈഡിലൊക്കെ പടം ഡീസെന്റ് ആണ്. ഇടയ്ക്ക് ഒരു ട്രോൾ ഉണ്ടായിരുന്നു, മറ്റേ ഫിലോമിന ചേച്ചിയില്ലേ, പുള്ളിക്കാരുടേത്. കൊച്ചുമോൻ ഡെയിലി ഒരു സൂപ്പർ സ്റ്റാറിന്റെ പല പടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണെന്ന് അറിയാം എല്ലാ ദിവസവും ഒരേ പടം തന്നെ പിന്നെ കാണുന്നതെന്ന് ചോദിക്കുന്നത്. ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്കും അങ്ങനെയാണ് തോന്നുന്നത്. എന്തിനാണ് ഇവർ ഈ സെയിം കഥ തന്നെ പിന്നെ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇറക്കുന്നതെന്ന്. ഇവർക്ക് തന്നെ ഇത് മടുക്കുകയല്ലേ. ഒരു പുതുമയില്ലാത്ത സ്ക്രിപ്റ്റ്, ആവർത്തന വിരസമായിട്ടുള്ള സംഭവങ്ങൾ, ബാധിക്കപ്പെട്ട കുടുംബവും ഫാമിലി മെമ്പേഴ്സും ആയിട്ട് പുതിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നടീനടന്മാർ വരുന്നു എന്നതൊഴിച്ചാൽ വേറെ യാതൊരു മാറ്റവും ഇല്ല. ഒന്ന് രണ്ട് ജംപ് സ്കെയർ സീനുകളൊക്കെ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തെങ്കിലും ഫാമിലി ഇമോഷണൽ പോർഷൻസ് ഒക്കെ ഒട്ടും വർക്കായിട്ടില്ല എനിക്ക്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ല, നെറ്റ് ചുളിക്കവരെ. എങ്കിലും പറയാതെ വയ്യ, ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? ഇതിപ്പോ ഒരു പ്രേത കഥ അല്ലെങ്കിൽ ഫിക്ഷൻ, നോവലിനെ ബേസ് ചെയ്തത് അല്ലെങ്കിൽ മിത്താണ്, ഫോക്ലോർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞു വരുന്നതാണ് ഏറ്റവും വലിയ കോമഡി. മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഒറിജിനൽ ആണെങ്കിൽ തന്നെ ആ ഫാമിലി ഉടായിപ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റം പറയില്ല കേട്ടോ. സോറി വിശ്വാസികളെ. ഞാൻ കണ്ടുകൊണ്ടിരുന്ന തിയേറ്ററിൽ എന്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് കൊച്ചു പെൺപിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു. തീരെ കൊച്ചല്ല, ഒരു 10, 18, 20 വയസ്സിന് താഴെയുള്ള പിള്ളേര്, ടീനേജ് പെൺപിള്ളേർ. അവര് ചില ഭാഗങ്ങൾ കണ്ടിട്ട് എന്റെ അമ്മച്ചി എന്ന് പറഞ്ഞ് കാറുന്നുണ്ടായിരുന്നു. ഇനി അവര് പേടിച്ച് ചത്തുപോകുന്നായിരുന്നു എന്റെ പേടി. ബാക്കി ഇതിലൊരു ചെറിയ സൈലൻസ് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലാവും ഫ്രണ്ടിൽ ഒരു സാധനം ചാടി വരും, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് പറയുന്ന ഒരു സാധനം വരും. അങ്ങനെ ഈ പടത്തിലുള്ള ജംപ് സ്കെയർ സീനുകളൊക്കെ വളരെ പ്രെഡിക്റ്റബിൾ ആൻഡ് ക്ലീഷേ ആയിരുന്നു. പിന്നെ പടത്തിനാണെങ്കിൽ ഒടുക്കത്തെ ലെങ്തും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സമയം നോക്കി, ഇന്റർവെൽ എപ്പോഴാകുമോ അല്ലെങ്കിൽ പടം തീരാറായോ എന്നൊക്കെ. പോരാത്തതിന് ഞാൻ കണ്ടത് 2 മണിക്കുള്ള ഷോ, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. സോ അത്രയും ബോറാണ് ചില ഭാഗങ്ങളിൽ ഈ പടം. ഇടയ്ക്ക് മാത്രമേ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ഈ ക്ലീഷേ പ്രേതമെങ്കിലും ഒന്ന് വരുന്നുള്ളൂ. സോ ആകമത്തിന്റെ ടോട്ടലിൽ ഒരു ബോറിംഗ് ക്ലീഷേ യൂഷ്വൽ പ്രേതപടമാണ് ദ കോൺജറിംഗ് ലാസ്റ്റ് റൈറ്റ്. നത്തിങ് ന്യൂ ടു ഗിവ്. ലാസ്റ്റ് വന്ന നൺ 2വിനേക്കാൾ വീക്ക് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. സോ എനിക്ക് പെട്രോളും കത്തിച്ച് ഒരു 10-18 കിലോമീറ്റർ ദൂരെ പോയി കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് പടം കണ്ടതിൽ വൻ നിരാശയായിട്ടാണ് തോന്നിയത്. ഒരാവശ്യമില്ലായിരുന്നെന്ന് തോന്നി. ചിലപ്പോൾ OTT വല്ലതും വന്നിട്ട് വീട്ടിലിരുന്ന് ഹെഡ്ഫോണിൽ ഒക്കെ വെച്ച് രാത്രിയിൽ കാണുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഫീലിംഗ് ഉണ്ടായേനെ. അല്ലാതെ ഇതൊരു വൻ നഷ്ടമാണ്. ഇതിന്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ ഫുൾ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കണ്ട വെപ്പൺസ് പോലെയുള്ള കിടിലൻ ഹൊറർ പടങ്ങൾക്ക് തീരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ഈ വർഷം കുറച്ച് നല്ല ഹൊറർ പടങ്ങൾ വന്നതിനിടയ്ക്ക് കണ്ണു തട്ടാതിരിക്കാൻ ആ ഒരു കേട് തീർക്കാൻ വേണ്ടി വന്ന ഒരു ഐറ്റമാണ് കോൺജറിംഗ്. ഈ യൂണിവേഴ്സിൽ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ അത് നന്നായി. ഇതുപോലുള്ള ക്ലീഷേ ആയിട്ട് ഇനി വരാതിരിക്കുന്നതാണ് നല്ലത്. പടം തിയേറ്ററുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 17 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പ്രേതപ്പടമാണ്. സോ 18+ അല്ലെങ്കിലും 16+ എങ്കിലുമാണ് അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.